എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ആരാധകരുടെ സ്ഥിരതലിൽ തീ പടർത്തിയ 2026 IPL-ലെ 34ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയത് വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് കാലം കാത്തുവച്ച ഒരു ഇതിഹാസ കാവ്യമായിരുന്നു. 207 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരുമ്പോൾ മൈതാനത്ത് കൊടുങ്കാറ്റായി മാറിയ സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണ് ഈ ചരിത്ര വിജയത്തിന്റെ നായകൻ. എന്നാൽ വെറുമൊരു അർദ്ധ സെഞ്ചുറിയുടെയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന്റെയും പേരിൽ മാത്രമല്ല വിരാട് കോഹ്ലി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയത്. പുരസ്കാരവേദിയിൽ അദ്ദേഹം കൈക്കൊണ്ട അതിവൈകാരികവും അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിലൂടെ കൂടിയാണ്. ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തെ നിഷ്കരണം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് ഗുജറാത്ത് ബാറ്റർമാർ കാട്ടിത്തന്നത്. ഗുജറാത്തിന്റെ തുടക്കം അതിഗംഭീരമായിരുന്നു. ഓപ്പണർമാരായിറങ്ങിയ സായി സുദർശനും ശുഭ്മൻ ഗില്ലും ആദ്യ ഓവർ മുതൽ തന്നെ ആക്രമണോത്സുകതയുടെ പര്യായമായി മാറി. പവർ പ്ലേയുടെ ആനുകൂല്യം പൂർണ്ണമായും മുതലെടുത്ത ഈ സഖ്യം RCB ബൌളർമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. പ്രത്യേകിച്ച് സായി സുദർശൻ തന്റെ ലക്ഷ്യം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കവറിനും പോയിന്റിനുമിടയിലൂടെ അദ്ദേഹം പായിച്ച അതിമനോഹരമായ ബൗണ്ടറികൾ കാണികളെ വിസ്മയിപ്പിച്ചു. മറുവശത്ത് ഗില്ലും തന്റെ ക്ലാസിക് ഷോട്ടുകളിലൂടെ ശക്തമായ പിന്തുണ നൽകി. ഒന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയ 128 റൺസിന്റെ കൂറ്റൻ കൂട്ടുകെട്ട് ഗുജറാത്തിനെ അതിശക്തമായ നിലയിലെത്തിച്ചു. 12.4 ഓവറിൽ 32 റൺസെടുത്ത് ഗിൽ പുറത്തായെങ്കിലും കൂടുതൽ അപകടകാരിയായ സായി സുദർശൻ ക്രീസിലെത്തിയ ജോസ് ബട്ട്ലർക്കൊപ്പം റൺ റേറ്റ് കുതിച്ചുയർത്തി. വെറും 58 പന്തുകളിൽ നിന്ന് 11 ബൗണ്ടറികളും 5 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 100 റൺസ് അടിച്ചുകൂടിയ സായി സുദർശന്റെ ഇന്നിംഗ്സ് ക്ലാസിക് ശൈലിയുടെയും അനിയന്ത്രിതമായ ആക്രമണോത്സുകതയുടെയും വിസ്മയകരമായ സമ്മിശ്രമായിരുന്നു. മധ്യ ഓവറുകളിൽ ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് RCBയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. 25 റൺസ് നേടിയ ബട്ട്ലർക്ക് പുറമെ അവസാന ഓവറുകളിൽ ക്രീസിലെത്തിയ വാഷിംഗ്ടൺ സുന്ദറും ജേസൺ ഹോൾഡറും നടത്തിയ വെടിക്കെട്ട് പ്രകടനങ്ങൾ സ്കോർ ബോർഡിന് ചിറകുമുളപ്പിച്ചു. പ്രത്യേകിച്ച് ഹോൾഡർ അവസാന നിമിഷങ്ങളിൽ കളിച്ച വമ്പൻ ഷോട്ടുകൾ സ്കോർ 205-ലെത്തിച്ചു. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 205 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ സായി സുദർശന്റെ മാസ്മരിക സെഞ്ചുറി തന്നെയായിരുന്നു കളിയങ്കണത്തിലെ ഏറ്റവും വലിയ ആകർഷണം. എന്നാൽ 207 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ RCB ഒരടി പോലും പിന്നോട്ടില്ലെന്ന സന്ദേശമാണ് ആദ്യ പന്ത് മുതൽ നൽകിയത്. ഓപ്പണിംഗ് ഇറങ്ങിയ വിരാട് കോഹ്ലിയും യുവ സെൻസേഷൻ ജേക്കബ് ബഥേലും ക്രീസിലെത്തിയ നിമിഷം മുതൽ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യ ഓവറിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ക്ലാസിക് കവർ ഡ്രൈവുകളും ബഥേലിന്റെ ഭയരഹിതമായ പുൾ ഷോട്ടുകളും അതിർത്തി കടന്നു. പവർ പ്ലേയിൽ അതിവേഗം സ്കോർ 50 കടത്തിയെങ്കിലും 2.6 ഓവറിൽ 14 റൺസ് എടുത്ത ബഥേൽ പുറത്തായി. തുടർന്ന് ക്രീസിലെത്തിയ ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്ന് സൃഷ്ടിച്ച കൂട്ടുകെട്ട് മത്സരത്തിന്റെ ഗതി തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഒരു വശത്ത് വിരാട് കോഹ്ലി കവർ ഡ്രൈവുകളും സ്ട്രെയിറ്റ് ഡ്രൈവുകളുമായി കളം നിറഞ്ഞപ്പോൾ മറുവശത്ത് പൂർണ്ണമായും ആക്രമണ മൂഡിലായിരുന്ന പടിക്കൽ സ്പിന്നർമാരെ തിരഞ്ഞുപിടിച്ച് പ്രഹരിച്ചു. റാഷിദ് ഖാന്റെ പന്തിൽ പടിക്കൽ പറത്തിയ പടുകൂറ്റൻ സിക്സർ സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി. 12.5 ഓവറിൽ 55 റൺസ് എടുത്ത് മടങ്ങിയപ്പോഴേക്കും RCB വിജയത്തിലേക്ക് ഏറെ അടുത്തു കഴിഞ്ഞിരുന്നു. തന്നെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം ഗിയർ മാറ്റിയ വിരാട് കോഹ്ലി വെറും 44 പന്തിൽ 81 ബൗണ്ടറികളും 4 സിക്സറുകളും ഉൾപ്പെടെ 81 റൺസ് അടിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അനുഭവ സമ്പത്തിന്റെയും യുവത്വത്തിന്റെ ചോരത്തിളപ്പിന്റെയും മികച്ച ഉദാഹരണമായിരുന്നു. മധ്യനിരയിൽ രജത് പാട്ടിദാർ, ജിതേഷ് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ പെട്ടെന്ന് പുറത്തായത് മത്സരത്തിൽ നേരിയ ആശങ്കയും നാടകീയതയും സൃഷ്ടിച്ചു. 18 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലായിരുന്നു RCB. വിജയത്തിലേക്ക് 24 പന്തുകളിൽ നിന്ന് 31 റൺസ് വേണമെന്ന അത്യന്തം ആവേശകരമായ നിമിഷം. ആ സ്ഥിതിയിൽ ടിം ഡേവിഡും കൃണാൽ പാണ്ഡ്യയും ചേർന്ന് വളരെ പക്വതയോടെ കളി നിയന്ത്രിക്കുകയും RCBയെ വിജയതീരമണിയിക്കുകയും ചെയ്തു. കോഹ്ലിയും പടിക്കലും ചേർന്ന് നൽകിയ ആ കരുത്തുറ്റ അടിത്തറയാണ് ഇത്രയും വലിയൊരു ലക്ഷ്യം അനായാസം മറികടക്കാൻ RCBയെ സഹായിച്ചത്. RCBയുടെ വിജയത്തിൽ സ്റ്റേഡിയം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഇളകിമറിയുകയായിരുന്നു. എല്ലായിടത്തും വിരാട് കോഹ്ലിയെയും അദ്ദേഹത്തിന്റെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ മാത്രം. 44 പന്തിൽ 81 റൺസ് നേടിയ വിരാട് കോഹ്ലിയെ മാൻ ഓഫ് ദ മാച്ചായി പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റേഡിയം ഹർഷാരവങ്ങളാൽ മുഖരിതമായി. എന്നാൽ പിന്നീട് നടന്നത് ക്രിക്കറ്റ് ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന ഒന്നായിരുന്നു. പുരസ്കാരം ഏറ്റെടുക്കാൻ വേദിയിലെത്തിയ വിരാട് കോഹ്ലിയുടെ മുഖത്ത് സന്തോഷത്തിനൊപ്പം വല്ലാത്തൊരു വൈകാരികതയും നിഴലിച്ചിരുന്നു. ട്രോഫി കയ്യിലെടുത്ത ശേഷം കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണ് നനയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തി. ഈ പുരസ്കാരം എനിക്കുള്ളതല്ല, ഇത് സായി സുദർശന് അവകാശപ്പെട്ടതാണ്. ആ വാക്കുകൾ കേട്ട് സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. കോഹ്ലി തുടർന്നു, ഞാൻ 81 റൺസ് നേടിയിരിക്കാം, എന്നാൽ ഇന്ന് സായി സുദർശൻ ബാറ്റ് ചെയ്ത രീതി ശരിക്കും അവിശ്വസനീയമായിരുന്നു. അവനൊരു മികച്ച കളിക്കാരനാണ്, ഇന്ത്യൻ ക്രിക്കറ്റ്
ക്രിക്കറ്റിന്റെ ഭാവിയാണ്. ഇത്രയും മികച്ചൊരു ഇന്നിംഗ്സ് കളിച്ച ആ യുവതാരത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോവരുതെന്ന് പറഞ്ഞുകൊണ്ട് കോഹ്ലി ആ ട്രോഫി സായി സുദർശന് കൈമാറിയപ്പോൾ മൈതാനത്തുള്ള എല്ലാ കളിക്കാരും കാണികളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത് കേവലം ഒരു പുരസ്കാരദാനമായിരുന്നില്ല, മറിച്ച് കായിക രംഗത്തെ പരസ്പര ബഹുമാനത്തിന്റെയും അത്യുന്നതമായ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും എക്കാലത്തെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി. അത് ജീവിതത്തിലെ അധികം ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണെന്നും തനിക്കത് കാലവർഷങ്ങൾ കൊണ്ട് ഓർത്തെടുക്കാവുന്ന ഒന്നാണെന്നും വിരാട് കോഹ്ലി കൂട്ടിച്ചേർത്തു. തന്റെ ഇന്നിംഗ്സിനെക്കുറിച്ച് സംസാരിക്കവേ വളരെ ലഘുവായ ഭാഷയിൽ അദ്ദേഹം തന്റെ പ്രിയ പത്നിയെക്കുറിച്ചും പരാമർശിച്ചു. ഇന്നെന്റെ പത്നിയും മത്സരം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഹൃദയം തകർക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. അവൾ ഗാലറിയിലുള്ളപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഊർജ്ജം ലഭിക്കാറുണ്ട്. തുടക്കത്തിൽ ബാറ്റിംഗിന് അനുകൂലമായിരുന്ന പിച്ച് പിന്നീട് ദുഷ്കരമായെന്നും അവസാനം വരെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സെഞ്ചുറി നഷ്ടപ്പെട്ടതിൽ നേരിയ നിരാശയുണ്ടെന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു. എന്നാൽ ആ നിരാശയേക്കാൾ ഏറെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മുഴച്ചു നിന്നത് RCBയോടുള്ള പ്രതിബദ്ധതയായിരുന്നു. എനിക്ക് ഏറ്റവും പ്രധാനം ടീമിന്റെ വിജയമാണ്. ഏത് വിധേനയും RCBയെ വിജയിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇത്തവണ ഞങ്ങൾ വെറുതെ കളിക്കാൻ വന്നവരല്ല, ചാമ്പ്യന്മാരാകാൻ തന്നെ വന്നവരാണ്. ഈ ഒറ്റ പ്രഖ്യാപനത്തിൽ സ്റ്റേഡിയം വീണ്ടും ഇളകിമറിഞ്ഞു. വിരാട് കോഹ്ലി എന്ന മഹാനായ മനുഷ്യന്റെ ഈ വിനയവും വിശാലമനസ്കതയും ഈ ആവേശകരമായ മത്സരത്തെ വെറും ഒരു ക്രിക്കറ്റ് കളി എന്നതിനുപരി വികാരനിർഭരമായ ഒരു മനോഹര അനുഭവമാക്കി മാറ്റി. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.